കൈതി 2 ഇനി ഉണ്ടാവില്ലേ? ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിന് എന്തു പറ്റി? ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലോകേഷ് കനഗരാജ് ഇപ്പോൾ ഒരു പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ലോകേഷ് കനഗരാജ് നിലവിൽ ചെയ്യാനിരിക്കുന്ന സിനിമ അല്ലു അർജുൻ്റെ ചിത്രമാണ്. ശരിക്കും കൈതി 2 ആയിരുന്നു ഈ ഒരു സമയത്ത് നടക്കേണ്ടത്. കൂലി സിനിമയുടെ റിലീസിന് ശേഷം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് രജനീകാന്തിനെയും കമൽഹാസനെയും വെച്ച് ഒരു സിനിമ ചെയ്യാനുള്ള അവസരം ലോകേഷിന് വന്നു. ആ ഒരു സമയത്ത് ലോകേഷിൻ്റെ അടുത്ത പ്രൊജക്റ്റ് കൈതി 2 ആയിരുന്നു. കൈതി 2ൻ്റെ നിർമ്മാതാക്കളായ ഡ്രീം വാരിയർ പിക്ചേഴ്സിനോടൊക്കെ ലോകേഷ് കനഗരാജ് താൻ രജനിയുടെയും കമലിൻ്റെയും സിനിമ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ അനുവാദം മേടിച്ചിരുന്നു. അങ്ങനെ ഈ രജനി കമൽ സിനിമയ്ക്ക് വേണ്ടി ഏകദേശം 1.5 മാസത്തോളം സ്ക്രിപ്റ്റിംഗ് വർക്കുകളിലായിരുന്നു ലോകേഷ്. സിനിമയുടെ കഥയൊക്കെ പൂർത്തിയാക്കി രജനിക്കും കമലിനെ നരേറ്റ് ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും അവരൊരുമിച്ച് ഒരുപാട് ആക്ഷൻ സിനിമകൾ ചെയ്തതുകൊണ്ട് ഇനി അവർ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള രീതിയിൽ സ്ക്രിപ്റ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ തനിക്ക് അത്തരത്തിലൊരു സ്ക്രിപ്റ്റ് എഴുതാൻ അറിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ലോകേഷ് പ്രൊജക്റ്റിൽ നിന്ന് പിന്മാറി. പിന്നീട് ഡ്രീം വാരിയർ പിക്ചേഴ്സിൻ്റെ അടുത്ത് പോയപ്പോൾ കൈതി 2ൻ്റെ സ്ലോട്ടിൽ വേറൊരു സിനിമ അവർ കമ്മിറ്റ് ചെയ്തു. അങ്ങനെ ആ ഒരു ഗ്യാപ്പ് വന്നപ്പോഴാണ് ലോകേഷ് മൈത്രി മൂവി മേക്കേഴ്സ് 4 വർഷം മുന്നേ ലോകേഷിന് ഒരു സിനിമ ചെയ്യാൻ വേണ്ടി അഡ്വാൻസ് കൊടുത്തിരുന്നു. അങ്ങനെയാണ് അല്ലു അർജുൻ സിനിമ ഓണായത്. ഇനി അല്ലു അർജുൻ സിനിമ കഴിഞ്ഞ് കൈതി 2 വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അടുത്ത വർഷമോ അല്ലെങ്കിൽ 2028 നോക്കിയാൽ മതി സിനിമയുടെ ഷൂട്ടിങ്. LCUവിൻ്റെ ഒറിജിനൽ സ്റ്റോറി പറയുന്ന ചാപ്റ്റർ 0 എന്ന LCU ഷോർട്ട് ഫിലിമിനെ പറ്റിയുള്ള ഒരൊറ്റ അപ്ഡേറ്റ് പോലും പ്രസ് മീറ്റിൽ ലോകേഷ് പറഞ്ഞിട്ടില്ല. ഇനി ബെൻസ് സിനിമയുടെ റിലീസിന് മുമ്പെങ്കിലും ഈ ഒരു ഷോർട്ട് ഫിലിം റിലീസ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.